അങ്ങനെ എന്തായാലും ക്യാമ്പിൻ്റെ മൂന്നാമത്തെ ദിവസമാണ് ഇന്ന്. ഞങ്ങളെന്തായാലും രാവിലെ നേരത്തെ തന്നെ എണീറ്റിട്ടുണ്ട്. പിന്നെ എന്തായാലും കുറച്ച് പേര് സൺറൈസ് കാണാൻ പോയി. ഞാൻ പോയില്ല കേട്ടോ, എന്നാൽ സംഭവം എന്തായാലും കൊള്ളാം. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ വിട്ടത് മധുര എന്ന് പോകാൻ വേണ്ടി ടോയ് ട്രെയിനിലുള്ള ടിക്കറ്റ് എടുക്കാനാണ്. അങ്ങനെ എന്തായാലും ടിക്കറ്റ് കിട്ടി ഞങ്ങൾ നേരെ ട്രെയിനിൽ കയറിയിട്ടുണ്ട്. ട്രെയിൻ എന്തായാലും ഞങ്ങൾ നേരെ പുറത്തെത്തിച്ചിട്ടുണ്ട്. അങ്ങനെ എന്തായാലും മധുര എന്ന് ബാഗ് എടുത്ത് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. അങ്ങനെ എന്തായാലും അവിടെ നിന്ന് നേരെ വിട്ടത് ഞങ്ങൾ വന്ന ടൂറിസ്റ്റ് ബസ്സിൻ്റെ അടുത്തേക്കായിരുന്നു. അപ്പോൾ ഇനി ഞങ്ങൾ പോകാനുള്ള എലിഫൻ്റ് കേവ്സിൻ്റെ അടുത്തേക്കാണ്. സാർ എന്തായാലും അതിനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. എന്തായാലും അവിടെ എത്തുന്നതിന് മുമ്പ് ഞങ്ങൾ വയറിനെ ഒന്ന് സമാധാനപ്പെടുത്തണം. അപ്പോൾ നേരെ ഒരു ഹോട്ടലിലേക്ക് കയറി. പിന്നെ ഫുഡൊക്കെ സെറ്റായിരുന്നു, വലിയ കുഴപ്പമൊന്നുമില്ല. പിന്നെ നമ്മുടെ ഗൈഡ് കാര്യമായിട്ട് ഫോണിൽ എന്തോ ചെയ്യുന്ന തിരക്കിലാണ്. അങ്ങനെ എന്തായാലും ഇന്ത്യൻ നേവി കഴിഞ്ഞ് ഞങ്ങൾ നേരെ എത്തിയത് ഗേറ്റ് വേ ഓഫ് ഇന്ത്യയിലാണ്. പിന്നെ പറയാണ് ഗേറ്റ് വേ ഓഫ് ഇന്ത്യ അതിന് ചുറ്റുപാടുകളൊക്കെ കാണാൻ അടിപൊളിയായിരുന്നു. അത് കഴിഞ്ഞൊരു ബോട്ട് കയറി എലിഫൻ്റ് കേവ്സിലേക്ക് അങ്ങ് വിട്ടു. സംഭവം വിചാരിച്ചോണമെന്നില്ല, കുറച്ച് നേരത്തെ യാത്ര ഉണ്ടായിരുന്നു അങ്ങോട്ട്. അതിലെ പോകുമ്പോഴാണ് ഞങ്ങൾ അവിടുത്തെ വെപ്പൺ ഫാക്ടറി കാണുന്നത്. അത് മാത്രമല്ല വലിയ കപ്പലൊക്കെ കണ്ടു. പിന്നെ ഞങ്ങൾ എന്തായാലും ഇറങ്ങാനുള്ള സ്ഥലത്ത് എൻട്രൻസിൽ തന്നെ എലിഫൻ്റ് കേവ്സിലേക്ക് സാധനം പറഞ്ഞ ബോർഡൊക്കെ ഉണ്ട്. പിന്നെ പോകുന്ന വഴിക്ക് കടകളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ നോക്കുകയാണെങ്കിൽ കടൽ കുറച്ച് ഉൾവലിഞ്ഞിട്ടൊക്കെ ഉണ്ട്. പിന്നെ അങ്ങോട്ട് നടന്നു പോകാൻ വേണ്ടിയുള്ളവർക്ക് ട്രെയിനൊക്കെ ഉണ്ട്. ഏതായാലും ഞങ്ങൾ എന്തായാലും എൻട്രൻസ് കയറി ടിക്കറ്റൊക്കെ എടുത്ത് അകത്തേക്ക് കയറി. പിന്നെ പോകുന്ന വഴിയിലെല്ലാം വ്യത്യസ്ത തരത്തിലുള്ള സാധനങ്ങളൊക്കെ കടകളൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ എന്തായാലും കുറെ കോണിപ്പടികളൊക്കെ കയറി ഞങ്ങൾ എലിഫൻ്റ് കേവ്സിന്റെ മനോഹാരിതയിലേക്ക് അങ്ങ് എത്തി. ആകെ മൊത്തത്തിൽ പറയുകയാണ് വന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ബെസ്റ്റ് സ്ഥലം തന്നെയാണ് കേട്ടോ. പലതരത്തിലുള്ള ദൈവവിഗ്രഹങ്ങളും ശിവരൂപങ്ങളൊക്കെ ഇവിടെ കൊത്തി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതെന്ന് പറയുന്നത് ഇവിടെ ഇവർ ശുദ്ധമായി കൊണ്ടു നടക്കുന്ന ഒരു കുളം എന്നൊക്കെ വേണം പറയാം. ഓരോ ശില്പത്തെയും പറ്റിയുള്ള കാര്യങ്ങളൊക്കെ അവിടെ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടുത്തെ വാനരപ്പട കാര്യമായിട്ട് എന്തോ ചെയ്യുന്ന തിരക്കിലാണ്. സംഭവം എന്തായാലും വ്യത്യസ്ത തരത്തിലുള്ള പഴയ കെട്ടിട രൂപത്തിലുള്ള നിർമ്മിതികളൊക്കെ ഇവിടെ ഉണ്ട്. പിന്നെ ഇവരുടെ ഭാഷയെ പറഞ്ഞാൽ തിരിച്ചു വരുന്ന യാത്രയിൽ ഒരു ഗോമാതാവിന്റെ അനുഗ്രഹമൊക്കെ കിട്ടി. പിന്നെ തിരിച്ചുള്ള യാത്രയിൽ ട്രെയിനിലായിരുന്നു. അപ്പോൾ പരിചയപ്പെട്ടതാണ് ഈ പുള്ളിക്കാരൻ. ആളെന്തായാലും ക്യൂട്ടാണ്. പിന്നെ ഉൾവലിഞ്ഞ കടലൊക്കെ എന്തായാലും വൈകുന്നേരമായി പെയ്യും തിരിച്ചു കയറാൻ തുടങ്ങിയിട്ടുണ്ട്. സൂര്യ എന്തായാലും ഇന്നത്തെ പണി എത്തി പോകാനുള്ള പരിപാടിയിലാണ്. എന്നെ കൊണ്ടുവന്ന് ഇറക്കിയ ട്രെയിൻ എന്തായാലും ആളില്ലാതെയാണ് തിരിച്ചു പോകുന്നത്. പിന്നെ ഇവിടെ ഇങ്ങനെ നിന്നാൽ പോരല്ലോ, തിരിച്ചു പോകണ്ടേ. അപ്പോൾ ഞങ്ങൾ എന്തായാലും വീണ്ടും ബോട്ട് കയറി. പിന്നെ പറയാതിരിക്കാൻ പറ്റില്ലല്ലോ, തിരിച്ചെത്തി വെള്ളം താജ് ഹോട്ടലിനൊക്കെ നൈറ്റ് വ്യൂ എന്ന് പറയുന്ന ഒരു രക്ഷയിലായിരുന്നു. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ വേറെ ഏതോ ഫാന്റസി ലോകത്ത് എത്തിയ പോലെയൊക്കെ തോന്നി. അങ്ങനെ എന്താ ഞങ്ങൾ ബോട്ടിൽ നിന്ന് ഇറങ്ങി. അത് കഴിഞ്ഞ് നോക്കുമ്പോഴാണ് ഞാൻ ഇത് കാണുന്നത്. ഇന്ത്യ ഗേറ്റിന്റെ ചരിത്രമൊക്കെയാണ് ഇതിന് മേലെ ഡിസ്പ്ലേ ചെയ്ത് ഇങ്ങനെ കാണിക്കുന്നത്. സംഭവം മൊത്തത്തിൽ പറയുകയാണെങ്കിൽ വ്യത്യസ്തമായ ഇതുപോലത്തെ സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ പഠിക്കാൻ സാധിക്കും. അങ്ങനെ എന്തായാലും അവിടെ നിന്ന് ഇറങ്ങി ഒരു റോഡ് ക്രോസ് ചെയ്ത് ഞങ്ങൾ നേരെ ബസ് കയറി. പിന്നെ ഞങ്ങളുടെ ബസ് ഇപ്പോൾ പോകുന്നത് അറബിക്കടലിന്റെ അടിയിലൂടെയുള്ള റോഡിലൂടെയാണ്. രണ്ട് സൈഡിലും ചുമരായതുകൊണ്ട് ഒന്നും കാണിക്കാൻ പറ്റില്ല. ആ കാണുന്നതിൽ ഏതോ അംബാനിയുടെ വീടാണെന്നൊക്കെയാണ് സാറ് പറഞ്ഞത്. അങ്ങനെ എന്തായാലും ഞങ്ങളുടെ യാത്ര വീണ്ടും തുടർന്നു. എത്തേണ്ട സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. എല്ലാവരും ലഗേജ് എടുക്കുന്ന തിരക്കിലാണ്. നമ്മളിന്ന് സ്റ്റേ ചെയ്യാൻ പോകുന്നത് ഈ ഹോട്ടലിലാണ്. ഞങ്ങൾ എന്തായാലും ഹോട്ടലിനകത്തേക്ക് കയറി. സംഭവം എന്തായാലും അടിപൊളിയായിട്ടുണ്ട്, വലിയ കുഴപ്പമൊന്നും കേട്ടോ. അങ്ങനെ എന്തായാലും റൂമും കാര്യങ്ങളൊക്കെ സെറ്റാണ്. ഇനിയൊന്ന് ഫുഡ് അടിക്കണം, റെസ്റ്റ് എടുക്കണം. അപ്പോൾ ഇത്രേ ഉള്ളൂ.